കുറ്റം തെളിയിക്കപ്പെട്ടതിന് ശേഷം നടപടിയെടുക്കാമെന്ന്. കുറ്റം തെളിയിക്കപ്പെടുന്നതൊക്കെ കോടതിയിലെ വിചാരണയൊക്കെ പൂർത്തിയായതിനു ശേഷമാണ്. പ്രഥമദൃഷ്ടിയ പത്മകുമാർ കുറ്റവാളിയാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മൊഴികൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. കേരളത്തിലെ CPMന്റെ പ്രമുഖനായിട്ടുള്ളൊരു നേതാവ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ആൾ, ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇത്രയും ദിവസം ജയിലിലായിട്ടും എന്തുകൊണ്ടാണ് പത്മകുമാറിനെതിരായിട്ട് നടപടി സ്വീകരിക്കാൻ CPM തയ്യാറാകുന്നില്ല? ഞാൻ മനസ്സിലാക്കുന്നത് പത്മകുമാറിനെ ജയിലിനകത്ത് വെച്ച് CPMും സംസ്ഥാന സർക്കാരും മാനേജ് ചെയ്യുകയാണ്. ഗുരുതരമായിട്ടുള്ള മൊഴികൾ പുറത്തു വരരുത്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ടുള്ള മൊഴിയേ വന്നിട്ടുള്ളൂ. കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ടാണ് ഇപ്പോൾ പത്മകുമാർ മൊഴി പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് പത്മകുമാർ മൊഴി പറയരുത് എന്നുള്ളത് കൊണ്ടാണ് നടപടിയൊന്നും എടുക്കാതെ ജയിലിനകത്ത് വെച്ച് ഇടനിലക്കാരെ വെച്ച് മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പത്മകുമാറിന് അപ്പുറത്തേക്ക് അന്വേഷണം പോകരുത് എന്ന് SITയിൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. പക്ഷേ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളുമാണ് ഈ ദേവസ്വം ബോർഡ് മന്ത്രിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റും എതിരായിട്ടുള്ളത്. പത്മകുമാറിൻ്റെ മൊഴിയിൽ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് ഗൗരവപരമായിട്ടുള്ള മൊഴികളുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തി തന്നത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്നാണ് പത്മകുമാറിൻ്റെ മൊഴി. ആ ഒരൊറ്റ മൊഴി മാത്രം മതിയല്ലോ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ. എന്താ ചോദ്യം ചെയ്യാത്തത്? അപ്പോൾ കേരളത്തിലെ കോടിക്കണക്കിന് വിശ്വാസികളുടെ സ്വത്ത് കവർന്നെടുക്കുന്ന ഈ നേതൃത്വത്തെ CPM സംരക്ഷിക്കുകയാണ്. പിന്നെ മുഖ്യമന്ത്രി പറയുന്നതിൽ എന്താ അർത്ഥമാവുള്ളത്? മാത്രമല്ല, ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞ മറ്റൊരു കാര്യം കൂടി പ്രസക്തമാണ്. ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ക്ഷേത്രത്തിൻ്റെ സ്വത്ത് CPMന് ഉപയോഗിക്കാനുള്ളതല്ല, CPMന്റെ ബാങ്കുകൾ സംരക്ഷിക്കാനുള്ളതല്ല. CPMന്റെ സഹകരണ ബാങ്കുകൾ, CPM നിയന്ത്രിക്കുന്ന സഹകരണ ബാങ്കുകളിലെ ധനകാര്യ നഷ്ടം നികത്താനുള്ളതല്ല കേരളത്തിലെ ക്ഷേത്ര സ്വത്ത്, ക്ഷേത്രത്തിൻ്റെ പണം, വിശ്വാസികളുടെ പണം. ഇതാണ് ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ എത്രയോ കാലമായി ഇത് പറയുന്നതാണ്. കേരളത്തിലെ ക്ഷേത്രത്തിൻ്റെ സ്വത്ത് CPMന്റെ ബാങ്കിലാണ് നിക്ഷേപിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ പണമുള്ളത് കേരള ബാങ്കിലാണ്. തിരുനെല്ലി ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ പണം പ്രാദേശിക സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്. ഇപ്പോൾ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി കോടതിയിൽ പോകാനുള്ള കാരണം അവർ അവിടുത്തെ പ്രാദേശിക ബാങ്കിൽ പണം നിക്ഷേപിച്ചു, CPMന്റെ ബാങ്കിൽ പണം നിക്ഷേപിച്ചു. തിരിച്ചു ചോദിച്ചപ്പോൾ ആ ബാങ്ക് കൊടുക്കുന്നില്ല. അങ്ങനെയാണ് അവർ ബാങ്കിൽ പോയി ഹൈക്കോടതി പോയി. ഹൈക്കോടതി തിരുനെല്ലി ക്ഷേത്രത്തിന് അനുകൂലമായി വിധി പറഞ്ഞു, എന്നിട്ട് പണം കൊടുക്കുന്നില്ല. അതിന് തുടർന്നാണ് വീണ്ടും അവർ കോടതിയിൽ പോയത്. ആ കേസാണ് ഇപ്പോൾ ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞത് CPMന്റെ ബാങ്കുകളുടെ സാമ്പത്തിക നഷ്ടം മറികടക്കാൻ ഈ ക്ഷേത്രത്തിൻ്റെ പണം ഉപയോഗിക്കരുത്. ഇത് ഉപയോഗിക്കുന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ കേരളത്തിലെ ക്ഷേത്ര സ്വത്തുക്കൾ CPM കൊള്ളയടിക്കുകയാണ് എന്നുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരോപണം വസ്തുതാപരമായി ശരിയാണ് എന്ന് ഇന്നലെ സുപ്രീം കോടതിയുടെ പരാമർശത്തിലൂടെ ബോധ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണം. കേരളത്തിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ED അന്വേഷണം വന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള EDക്ക് അന്വേഷിക്കാം എന്ന് ഹൈക്കോടതി പറഞ്ഞു. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നിർബന്ധത്തിന് വിധേയമായി SITയെ കൊണ്ടും അപ്പീൽ കൊടുപ്പിക്കാൻ പുറപ്പെടുകയാണ്. എന്തിനാണ് സംസ്ഥാന സർക്കാർ അപ്പീൽ കൊടുക്കുന്നത്? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ CPMനോ സംസ്ഥാന സർക്കാരിനോ ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ അത് ED അന്വേഷിക്കുന്നതിൽ ഈ സർക്കാരിന് എന്താ ബുദ്ധിമുട്ടുള്ളത്? ED അന്വേഷണം വേണ്ട എന്ന് പറയുമ്പോൾ ED ഒരു സാമ്പത്തിക ഏജൻസിയാണ്. അപ്പം ഇതിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്ക് പുറകിൽ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന വിഗ്രഹമോഷക സംഘങ്ങളുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ അന്തർ സംസ്ഥാന ബന്ധങ്ങളും അന്തർദേശീയ ബന്ധങ്ങളുമുള്ള ഒരു വലിയ സാമ്പത്തിക കുറ്റകൃത്യമായിട്ട് ഈ ശബരിമല കൊള്ള മാറുകയാണ്. അങ്ങനെ സാമ്പത്തിക കുറ്റകൃത്യം ഇതിലുള്ളത് കൊണ്ടാണ് ഈ കേസ് സ്വമേധയ ED അന്വേഷിക്കാൻ തയ്യാറായത്. ഈ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ CPMനൊന്നും ഒളിക്കാനും മറക്കാനുമില്ലെങ്കിൽ ശബരിമലയിലെ ED അന്വേഷണം എന്തിനാണ് CPM എതിർക്കുന്നത്? ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം CPM പറയണം. നിങ്ങൾക്കൊന്നും മറക്കാനില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ED അന്വേഷണം എതിർക്കുന്നത്?
അതുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അനിവാര്യമാണ്. ഇപ്പോൾ ED അന്വേഷണമാണ് ആരംഭിച്ചത്. കൂടുതൽ അന്വേഷണം ഉണ്ടാകണം. സംസ്ഥാന സർക്കാരിൻ്റെ ഇതിലെ പങ്കാളിത്തം, സംസ്ഥാന സർക്കാരിൻ്റെയും സർക്കാർ നേതൃത്വങ്ങളുടെ CPMൻ്റെയും ഈ കാര്യത്തിലുള്ള പങ്കാളിത്തം പുറത്തു കൊണ്ടുവരാൻ ആവശ്യമായ അന്വേഷണം വേണം എന്നാണ് BJP ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അതും ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും. അതുകൊണ്ട് വികസനവും വിശ്വാസവും ജനങ്ങളുടെ അവകാശമാണ് എന്ന ഒരു ക്യാമ്പയിനിങ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലുടനീളം സംഘടിപ്പിച്ചിട്ടുള്ളത്.